ഇന്ന് ഞാൻ ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഒരു ഈസി ആയിട്ട് ഒരു ക്യാരറ്റ് കേക്ക് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിടാനും മറക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണിത്. ഇനി ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ 1.5 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലൊട്ടിനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അരിപ്പ എടുത്ത് അതിലൂടെ 3 തവണ അരിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെറുതെ കൊടുക്കുന്നതേ ഉള്ളൂ. നല്ലപോലെ ഇളക്കി കൊടുക്കണം 1 മിനിറ്റോളം. ഇനി ഇതിലോട്ട് വേണ്ടുന്ന ബാക്കി ചേരുവകൾ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഈത്തപ്പഴം ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നത് ഒരു കപ്പ്, ഏകദേശം ഒരു 12 എണ്ണം വേണം. പിന്നെ 4 മുട്ടയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ഉള്ളവര് അത് ചേർത്ത് കൊടുക്കുക. ഇതിൽ ലൈറ്റ് ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ ഇല്ലാത്തവര് സാധാ പഞ്ചസാര പൊടിച്ചു തന്നെ 1 കപ്പ് എടുത്താൽ മതി. ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ ഈ കേക്കിന് ഒരു ചെറിയ ബ്രൗൺ കളർ കിട്ടും, അതിനുവേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് തികച്ചും ഓപ്ഷണൽ ആണ്, ഉള്ളവർ മാത്രം യൂസ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നല്ലതുപോലെ ഒരു 2 മിനിറ്റോളം മിക്സ് ചെയ്തൊന്ന് എടുക്കുക. ഇനി അടുത്തതായി മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടകൾ ചേർത്ത് കൊടുക്കുന്ന ഓരോന്ന് വീതം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 1 by 1 ആയിട്ടാണ് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ട ഓരോന്ന് ചേർത്ത് കൊടുത്ത് ഒരുപാട് നേരം ബീറ്റ് ചെയ്തിട്ടല്ല അടുത്ത കൊടുക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തത് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ്. മുട്ടയൊക്കെ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഇതിലോട്ട് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ആ മൈദയുടെ കൂട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഇനി ഇതിലോട്ട് കുറച്ച് വീതം ചേർത്ത് കൊടുക്കുക. ഇപ്പൊ മൈദയുടെ കൂട്ടൊക്കെ നല്ലതുപോലെ കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യുക. ഇനി ഇതേപോലെയുള്ള ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഏകദേശം 2 മിനിറ്റോളം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ടി വരും. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ടിന്നാണ്. ഇത് ഏത് ടിന്നാണെങ്കിലും നിങ്ങൾക്ക് അലൂമിനിയം ടിന്ന് എടുത്താലും കുഴപ്പമില്ല, ഏത് ഷേപ്പിലുള്ള വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ ഏത് ടിന്നാണെങ്കിലും കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഒന്നും ഇടാതെ ഈസി ആയിട്ട് എങ്ങനെയാണ് ടിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ എടുക്കുന്ന ടിന്നിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് കേക്ക് ടിന്നിന്റെ ചുറ്റിലും സൈഡിലും നടുക്കും എല്ലാം തേച്ച് പിടിപ്പിക്കുക. ഈ രീതിയിൽ കേക്ക് ടിന്ന് പ്രിപ്പയർ ചെയ്തെടുത്താൽ കേക്ക് ഒട്ടും തന്നെ അടിയിൽ പറ്റിപ്പിടിക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് കേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം കൊക്കോ പൗഡർ ചേർത്ത് നെയ്യുമായിട്ട് കൂട്ടിക്കുഴച്ച് ടിന്നിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി. ബട്ടർ പേപ്പർ ഇല്ലാത്ത സമയങ്ങളിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിടാനൊക്കെ നമുക്ക് മടിയുള്ള സമയങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ടിന്ന് പ്രിപ്പറേഷൻ മെത്തേഡാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കമന്റ് ചെയ്യുക. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഈ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള കേക്കിന്റെ ടിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏത് ടിന്നാണെങ്കിലും ആ ടിന്നിന്റെ ഏകദേശം പകുതിയോളം കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതായത് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ ഇത്
പൊങ്ങി പുറത്തോട്ട് ചാടി വരും ഈ കേക്ക് ബേക്കായി വരുമ്പോൾ. അപ്പോൾ അതൊക്കെ അറിയാമായിരിക്കും മിക്കവർക്കും, പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇനി കേക്ക് ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ബാറ്റർ ഒരേ ലെവലിൽ ആവാൻ വേണ്ടിയാണ്. ഇത്തിരി തിക്കായിട്ടുള്ള ബാറ്റർ ആണല്ലോ ഇത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ഇനി ബേക്ക് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാഷ്യൂ എടുത്ത് പീസാക്കിയതിന് ശേഷം ഇതിന്റെ മുകളിൽ വിതറി കൊടുക്കുക. നമുക്കറിയാമല്ലോ ഇന്ന് ഈ കേക്ക് എങ്ങനെയാ ബേക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് OTGയോ മൈക്രോവേവോ ഒന്നും ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഞാൻ ഈ കേക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പാനാണ്. കേക്ക് ബാറ്റർ റെഡിയാക്കുമ്പോൾ തന്നെ ഈ പാനും പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കണം. ഈ കേക്ക് ടിന്ന് ഇറക്കി വെക്കാനും മാത്രം വലിപ്പമുള്ള രീതിയിലുള്ള പാനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിനി നല്ലതുപോലെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം നല്ലതുപോലെ മൂടി വെച്ച് ചൂടാക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് കേക്കിന്റെ ടിന്ന് നമുക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ച് 40 മിനിറ്റോളം ബേക്ക് ചെയ്ത് എടുക്കണം. ഇപ്പൊ ഈ ഗ്ലാസ് ലിഡിലുള്ള ഒരു ചെറിയ ഹോള് കണ്ടില്ലേ, അതൊന്ന് ഒരു തുണി കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ വെക്കാൻ. ഇപ്പം ഇത് നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. 40 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഈ കേക്ക് നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ടൂത്ത് പിക്ക് വെച്ചോ ഒരു നൈഫ് വെച്ചോ ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം ഇതിൽ പറ്റി പിടിച്ചൊന്നും ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തോട്ടെടുത്ത് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. 5 മിനിറ്റോളം ഇതേ പാനിൽ തന്നെ വെക്കുക. അതിനുശേഷം ഇത് ഒരു വയർ റാക്കിലോട്ട് കമഴ്ത്തിയിടുക. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഏതൊരാൾക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന തരത്തിലാണ് ഞാൻ ഈ കേക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്തിടുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.